വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു കാലിക വിഷയമാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാ രക്ഷിതാക്കളും കേൾക്കണം, മറ്റുള്ളവർക്കിത് എത്തിച്ചു കൊടുക്കണം. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് മനുഷ്യരായ നമ്മൾ, ധാർമ്മിക ബോധമുള്ള നമ്മളെ മുമ്പിൽ മൊത്തം കടമകളും കടപ്പാടുകളുമാണ്. മക്കളോട് നമ്മൾക്കുണ്ടാവേണ്ട കടമകളും കടപ്പാടുകളും നമ്മളൊരിക്കലും വിസ്മരിച്ചു പോകരുത്. സൈക്കോളജിയിൽ പ്രത്യേകിച്ച് പാരൻറ്റിങ് എന്ന സിസ്റ്റം തന്നെയുണ്ട്. പാരൻറ്റിങ് ഇതെങ്ങനെ ആയിരിക്കണം? ഖുർആനും സുന്നത്തും വളരെ ഭംഗിയായിക്കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ ആധുനിക സംസ്കൃതി, ആധുനിക സംസ്കാരം ഇതിലൂടെ ദുസ്വാധീനമുണ്ടായ നമ്മുടെ കുടുംബ ചുറ്റുപാടിൽ, നമ്മുടെ എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ നാടിൻ്റെ അവസ്ഥ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെ ആയിരിക്കണം, കുട്ടികൾ എവിടെയാണോ എങ്ങനെയാണോ വളർത്തപ്പെടുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ മൈൻഡ് സെറ്റപ്പ്. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. പൂന്തോട്ടം ആക്കണമെങ്കിൽ അതിന് കുറേ പണിയുണ്ട്. എന്നാലേ അവിടെ നല്ല കൺകുളിർമയാകുന്ന പുഷ്പങ്ങളും നല്ല ഒരു അവസ്ഥയും ഉണ്ടാവുള്ളൂ, അല്ലേ? നേരെ മറിച്ച് നമ്മൾ ആ ഒരു പൂന്തോട്ടം നമ്മൾ കണ്ടു വിചാരിച്ചു, അതും ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ അത് പിന്നെ കാടായി മാറും. ഒരു പ്രദേശം, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു മുറ്റം അത് കാടായി മാറാൻ സമയം വേണ്ട, ശ്രദ്ധിക്കേണ്ടതില്ല. മറിച്ചത് പൂന്തോട്ടമാക്കി നല്ല ഭംഗിയുള്ളതാക്കി മാറ്റാണോ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ പേരൻസും ആദ്യം മനസ്സിലാക്കണം, നമ്മളെ കുട്ടികൾ അവർ ശുദ്ധരാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൻ സുമ്മ അബവാഹു ഹവ്വിദാനിഹി ഔ നസ്റാനിഹി ഔ മജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ജനിക്കുന്നത്, ഏത് കുട്ടികളായിക്കോട്ടെ, മനുഷ്യ കുട്ടികൾ ജനിക്കുന്നത് ഓൾ ആർ ബോൺ വിത്ത് ദ പ്യൂർ നേച്ചർ. പിന്നെ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ചുറ്റുപാട് അവരെ മാറ്റിയെടുക്കുന്നു. അപ്പം നമ്മളെ കുട്ടികൾ അവരെ മാറ്റിയെടുക്കുന്ന പ്രധാന ഘടകം അവരോടുള്ള മാതാപിതാക്കളുടെ സമീപനം എങ്ങനെ എന്നുള്ളതാണ്. നമ്മളൊക്കെ വായിക്കുന്നവരാണ്. നമ്മളുടെ കുടുംബത്തെ വായിക്കണം. സാധാരണ വായുകൾ, ഒരു എഫക്റ്റീവ് റീഡിംഗ് ഉണ്ടായിരിക്കണം. പ്രപഞ്ചത്തെ വായിക്കണം. ചുറ്റുപാടിനെ പറ്റി വായന വേണം. കുടുംബത്തിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥമായി ഡീപ്പായിട്ട് വായിക്കണം. വായിച്ചിട്ട് നമ്മുടെ കുടുംബം അത് ഇമ്പമുള്ള ഒരു മേഖലയായി മാറണം. ഇമ്പമുള്ള വീട്, അതിനാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഹോം എന്ന് പറയുന്നത്. ഐ ഗോ ഹോം. നേരെ മറിച്ച് വീടിൻ്റെ അകത്ത് ഇമ്പമില്ല, കുടുംബപരമായിട്ടുള്ള നല്ല ഒരു സൗഹാർദ്ദമില്ല, കുടുംബപരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കാണുന്നില്ല, കുടുംബത്തിലുള്ള പരസ്പരം സ്നേഹം കൈമാറുന്നില്ല. എല്ലാവരും അവരവരുടെ മൊബൈലിൽ ബിസിയാണ്. എല്ലാവരും മാതാപിതാക്കൾ അവർ ബിസിയാണ്. മാതാവ് വീട്ടിനകത്ത് കിച്ചണിൽ ബിസിയാണ്. അത് കഴിഞ്ഞ് മൊബൈലിൽ ബിസിയാണ്. പിതാവ് കച്ചവടത്തിൽ ബിസിയാണ്. അത് കഴിഞ്ഞ് രാത്രി വരുന്നു, കുട്ടികളെ കാണുന്നില്ല. അല്ല, കുട്ടികളുമായിട്ട് എപ്പോഴെങ്കിലും ചിലപ്പോഴേക്കൊന്ന് അവരെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി ചുറ്റാൻ കൊണ്ടുപോകുന്നു, അവരെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു. കുട്ടികൾക്കായി സമയം നീക്കി വെക്കുന്നില്ല. കുട്ടികളെ ശരിക്കും നല്ല അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ബുദ്ധിപരമായ വികാസം, അവരുടെ ഇമോഷണൽ കോഷൻ്റ്, അവരുടെ വൈകാരികമായ അവസ്ഥ, അവർ കൊടുക്കേണ്ട സ്നേഹം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് കുട്ടികളെ വളർത്താതെ പോകുമ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാട് അവനെ സ്വാധീനിക്കും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ MDA അല്ലെങ്കിൽ മയക്കുമരുന്ന്. ഇപ്പോഴെന്താ കുട്ടികൾ കുട്ടികൾ ഇങ്ങോട്ട് തേടി വരുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ട് കുട്ടികൾ തേടി വരുമ്പോൾ കുട്ടികൾ ഒരു പ്ലഷറിന് വേണ്ടി, എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലഷറാണല്ലോ, ഒരു പ്ലഷറിന് വേണ്ടി അവർ നിഷ്കളങ്കരായ കുട്ടികൾക്ക് പെട്ടുപോകുന്നതുകൊണ്ടാണ്. അവർ ശരിക്കും നമ്മൾ ഒരു നല്ല പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെപ്പോലെ അവരെ കരുതിക്കൊണ്ട് അവരെ വളർത്താത്തത് കൊണ്ടാണ് പലപ്പോഴും അബദ്ധത്തിൽ ചാടുന്നത്.
പാരൻറ്റിങ് സിസ്റ്റം 4 അതിൽ എന്താണ് നെഗ്ലക്റ്റീവ് പാരൻറ്റിങ് സിസ്റ്റം, നെഗ്ലക്റ്റീവ് അശ്രദ്ധ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്, അവിടെ ഫീസ് കിട്ടുന്നുണ്ട്, ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, നീ ബാക്കി പഠിച്ചോളണം. അങ്ങനെ അശ്രദ്ധയിൽ അവരുടെ വികാരങ്ങളോ വിചാരങ്ങളോ ബുദ്ധിപരമായ അവസ്ഥകളോ ഒന്നും പരിഗണിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ, അവർക്ക് ഡു ആൻഡ് ഡു നോട്ട്സ് പഠിപ്പിക്കാതെ, കേവലം ഏതെങ്കിലും ചില ഡു നോട്ട്സ് മാത്രം പഠിപ്പിച്ച് ഇത് ചെയ്യാൻ പാടുള്ള നന്മകൾ പഠിപ്പിക്കാതെ ആ കുട്ടികൾ വളർത്തപ്പെടുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് നെഗ്ലക്റ്റീവ് പാരൻറ്റിംഗ് ആണ്. രണ്ടാമത് പെർമിഷീവ് പാരൻറ്റിംഗ്, എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളുടെ അവരെ എല്ലാ തിന്മയിലേക്കും വകവെച്ച് കൊടുക്കുമാറുള്ള രീതി, അതും പാടില്ല. അതുപോലെ അതോറിറ്റേറിയൻ, ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം, വളരെ സബ്ജുക്കേറ്റ് അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ വികാരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും പോലും പറയാൻ പറ്റാത്ത വീടിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വന്നാലോ, അതും പറ്റില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ, ധാർമ്മികതയുടെ കാഴ്ചപ്പാടിൽ, ലോകത്തുള്ള എല്ലാ മതങ്ങളും അംഗീകരിച്ച യഥാർത്ഥ കുട്ടികളെ വളർത്തുന്ന രീതിയാണെന്ത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. തീർച്ചയായിട്ടും അവിടെ ഡുനോട്ട്സ് ഉണ്ട്, അവിടെ ഡു ഉണ്ട്, ഡുനോട്ട്സ് ഉണ്ട്. കുട്ടികളുടെ ബുദ്ധിപരമായ, വൈജ്ഞാനികമായ, അവരുടെ ശാരീരികമായ, മാനസികമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ടുള്ള അവർക്ക് കൊടുക്കേണ്ട നല്ല ഒരു പാരൻറ്റിങ്. ഈ പാരൻറ്റിങ്ങിലൂടെ വളർന്ന കുട്ടികൾ മാത്രമാണ് കുടുംബത്തിന് കൺകുളിരമായി മാറല്. അവർ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും കൺകുളിരമായി മാറുന്ന കുട്ടികൾ അവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ മാതാപിതാക്കളും ഈ കുട്ടികളെപ്പറ്റി ശരിക്കും നല്ല ബോധമുണ്ടായിരിക്കണം. നമ്മൾ സമ്പത്തിനേക്കാളും ഏറ്റവും എത്രയോ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. സമ്പത്ത് വാരിക്കൂട്ടി, പക്ഷേ ഈ സമ്പത്തും ഈ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഏതെങ്കിലും ഒരു കുട്ടി അവൻ്റെ മനോഗതി, അവൻ കാട് പോലെ വളർന്നുവെങ്കിൽ അവൻ്റെ കാടിൻ്റെ അകത്തുള്ള ആ കാടാകുന്ന മനസ്സിൻ്റെ അകത്തുള്ള ക്ഷുദ്രജീവികൾ, ഹിംസവസ്തുക്കൾ, ഹിംസജീവികളൊക്കെ അത് എല്ലാം തിന്നുകളയും. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ഞാൻ ഇപ്പോൾ ചുരുക്കി പറയുകയാണ്, എല്ലാം നമ്മൾ മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ, TV തുറന്നാൽ മൊത്തത്തിൽ കേരളം മൊത്തത്തിൽ ഡിപ്രസ്ഡാണ്. കേരള ജനത മൊത്തം ഡിപ്രസ്ഡിലാണ്. കേരള ജനത മക്കളെ പോറ്റുന്ന വിഷയത്തിൽ സാമ്പത്തികമായ കഴിവുണ്ട്, വിദ്യാഭ്യാസ ബോധമുണ്ട്, നല്ല ലിറ്ററലാണ്. പക്ഷേ എങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരാണ്, ഹീഡ്ലെസ്സാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് കൊടുക്കണം. എന്താണ് ആവശ്യം? അവർക്ക് ഏറ്റവും ആവശ്യം സ്നേഹമാണ്. അവർക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ വിലപ്പെട്ട മാതാപിതാക്കളുടെ സമയമാണ്, സാന്ത്വനമാണ്, തലോടലാണ്, ചുംബനമാണ്, മനസ്സിലാണ്ടല്ലോ, അംഗീകാരമാണ്. അതാണ് പാരൻറ്റിങ് ഈസ് എ സിൻക്രണൈസേഷൻ between love, limits and regarding. Just give them regards, to know them. അവരെപ്പറ്റി പഠിക്കണം. എന്തുകൊണ്ട്? all are born in a different generation. കേട്ടാ, ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളൊക്കെ ഇനിയിപ്പോൾ 2025 മുതൽ ജനിക്കുന്ന കുട്ടികൾ ആൽഫ ജനറേഷനാണ് അല്ലേ, ആൽഫ ജനറേഷൻ. അങ്ങനെ ഓരോ ജനറേഷൻസ് ഉണ്ട്. ഈ ജനറേഷൻസ് സംബന്ധിച്ച പ്രത്യേകത, ദേ ആർ ബോൺ ഇൻ ടു ഡിജിറ്റൽ എറ. അവർ ജനിക്കപ്പെടുന്ന അവരുടെ ചുറ്റുപാടെന്താണ്? മൊത്തത്തിൽ ഡിജിറ്റലും കമ്പ്യൂട്ടറും അതുപോലെ ആർട്ടിഫിഷ്യൽ കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ പറയപ്പെടുന്ന ഡിജിറ്റൽ ലോകത്തേക്കാണ് അവർ ജനിച്ചു വീഴുന്നത്. അപ്പോൾ അവരെ നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ നല്ലൊരു കോൺഷ്യസ്നെസ്, ഒരു ബോധമുണ്ടായിരിക്കണം. ദീനീപരമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതേ സ്ഥലത്ത് അവരെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം. അവരുടെ ആവശ്യങ്ങൾ മാത്രം സാധനം വാങ്ങിച്ചു കൊടുക്കലല്ല, അവർ ചുറ്റാൻ കൊണ്ടുപോലെ മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ള പ്രഷേഴ്സ് മാത്രമല്ല. ആ പ്രഷേഴ്സ് കഴിയുമ്പോൾ പിന്നെ കുട്ടികൾ മാതാപിതാക്കൾ വെറുക്കും, വീണ്ടും ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ട അവസാനം അവൻ്റെ ഹൃദയത്തിലുണ്ടാവും, മലീമസമായി മാറും. അവൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതല്ല കുടുംബം, മറിച്ച് അവന് ഏറ്റവും ആവശ്യമുള്ളത് അവന് കൊടുക്കേണ്ട സ്നേഹം, അവന് കൊടുക്കേണ്ട സമയം, അവന് കൊടുക്കേണ്ട പ്രത്യേകം തർബിയത്ത്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ കുട്ടികൾ, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന നമ്മുടെ ഇപ്പോൾ ജൂൺ മാസം അല്ലേ, ജൂൺ മാസത്തിൽ എന്താണ് നമ്മുടെ അക്കാഡമിക്കൽ ഇയറാണ്. കുട്ടികൾ നമ്മൾ എന്താക്കണം, കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള നല്ലൊരു കാഴ്ചപ്പാട്, നല്ലൊരു ഇൽമാണത്. അതൊരു സയൻസാണ്. പാരൻറ്റിങ് ഈസ് എ സയൻസ്. ആ സയൻസ് പഠിച്ചിരിക്കണം. ആ സയൻസ് നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയവരോട് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ. ആ മേഖലയിൽ എങ്ങനെയാണ് എൻ്റെ മകനെ പോറ്റേണ്ടത്, എൻ്റെ മകളെ പോറ്റേണ്ടത്, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ എനിക്കെതിരാകുന്നത്, എൻ്റെ മകൾ എനിക്കെതിരാകുന്നത്, എന്തുകൊണ്ടാണ് അവർ ചില പൈശാചികമായ വെബിലൂടെ അവർ എൻട്രാപ്പ് ചെയ്യപ്പെടുന്നത്, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി കുട്ടികളെ വളർത്തേണ്ട പോലെ വളർത്തിയാൽ ആ കുട്ടികളായിരിക്കും
കൺകുളിർമ. എന്നിട്ട് പ്രാർത്ഥിക്കണം, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. എന്നെ റബ്ബന അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ ഭാര്യ മക്കൾ കൺകുളിർമയാകുന്ന മക്കൾ. മാത്രമല്ല ഞങ്ങളെ നീ നേതാക്കന്മാരിൽ മുൻപന്തിയിലാക്കണമേ. നേതാക്കന്മാരുടെ എന്താണ്? മുത്തഖീങ്ങൾ അല്ലെങ്കിൽ നല്ല സൂക്ഷ്മതയുള്ളവരുടെ നേതാക്കന്മാരാക്കി മാറ്റണമേ എന്ന്. അപ്പോൾ ആ ഇതിലേക്കുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതെന്താണ്? അത് കണ്ടീഷണൽ ആയിരിക്കണം, ആ പ്രവർത്തനം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും നമ്മളെ കുട്ടികളോടുള്ള യഥാർത്ഥ സ്നേഹം പങ്കിടുക, അവരെ പരിഗണിക്കുക, അവരെ ബഹുമാനിക്കുക. അക്രമു ഔലാദക്കും വഅദ്ദിബൂഹും, അവരെ പരിഗണിക്കുക, അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു മാതാപിതാക്കളായി മാറുക. അതാണ് ഇസ്ലാം അംഗീകരിക്കുന്ന ഏറ്റവും ഋജുവായ, ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും യുക്തിബദ്ധമായ ആധുനിക സൈക്കോളജി അംഗീകരിച്ചു തരുന്ന അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സിസ്റ്റം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തുണക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.